CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ BJP ബാന്ധവം സംബന്ധിച്ച വിവാദങ്ങൾക്ക് പിന്നിൽ വെള്ളാപ്പള്ളി നടേശൻ കരുക്കൾ നീക്കിയിരുന്നു എന്ന ആരോപണം ശക്തമാകുന്നു. സാമുദായിക രാഷ്ട്രീയത്തിന്റെ വിലപേശൽ ശക്തിയെ വിദഗ്ധമായി ഉപയോഗിക്കാനും അതുവഴി നേട്ടങ്ങൾ കൈവരിക്കാനും മിടുക്ക് കാണിക്കുന്ന നേതാക്കൾക്കിടയിൽ എന്നും മുൻപന്തിയിൽ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ സ്ഥാനം. ബാലിഷ്യമെന്ന് തോന്നുന്ന വിധത്തിലുള്ള പരാമർശങ്ങളാണ് ചിലപ്പോൾ വെള്ളാപ്പള്ളി നടത്തുന്നതെന്ന് തോന്നുമെങ്കിലും അതിനെല്ലാം പ്രഹരശേഷി ഏറെയായിരുന്നു എന്നതാണ് ചരിത്രം. ബാലിഷ്യമെന്ന് തോന്നുന്ന വിധത്തിലുള്ള പരാമർശങ്ങളാണ് ചിലപ്പോൾ വെള്ളാപ്പള്ളി നടത്തുന്നതെന്ന് തോന്നുമെങ്കിലും അതിനെല്ലാം പ്രഹരശേഷി ഏറെയായിരുന്നു എന്നാണ് ചരിത്രം. രാഷ്ട്രീയ ഗോതകളിൽ നേരിട്ടിറങ്ങി കളിക്കാതെ അണിയിറക്കി പിറകിൽ നിന്ന് തന്ത്രങ്ങൾ മെനയുന്നതാണ് എന്നും വെള്ളാപ്പള്ളിയുടെ ശൈലി. മകൻ തുഷാർ വെള്ളാപ്പള്ളി BDJS നേതാവായിരുന്നിട്ടും BDJSന്റെ നേതൃത്വത്തിൽ വെള്ളാപ്പള്ളി എത്തിയിട്ടേയില്ല. അതേസമയം BDJSനെ പോലും ബാധിക്കുന്ന വിധത്തിൽ SNDPയുടെ നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നത് വെള്ളാപ്പള്ളി ആയിരുന്നു താനും. വിവിധ രാഷ്ട്രീയ പാർട്ടികളോട് കൃത്യമായ അകലവും ഒപ്പം തന്നെ വ്യക്തമായ അടുപ്പവും നിലനിർത്താൻ വല്ലാത്തൊരു മെയ്വഴക്കം തന്നെ വെള്ളാപ്പള്ളി നടേശനുണ്ടായിരുന്നു താനും. അതുകൊണ്ടുകൂടിയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും CPMുമായും BJPയുമായും ഒരേ വിധത്തിൽ നീക്കുപോക്കുകൾ നടത്താൻ വെള്ളാപ്പള്ളിക്ക് കഴിഞ്ഞത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കേരളം ചർച്ച ചെയ്ത പല നിർണായക തീരുമാനങ്ങൾക്കും പിറകിൽ വെള്ളാപ്പള്ളിയുടെ അദൃശ്യ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. ഒരർത്ഥത്തിൽ പിണറായി വിജയൻ ആസൂത്രണം ചെയ്ത പല കരുനീക്കങ്ങളും വിജയപഥത്തിലെത്തിക്കുന്നതിൽ വെള്ളാപ്പള്ളി നടേശൻ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായി എത്രയോ നേരത്തെ കുപ്പായം തുന്നിവെച്ചിരുന്ന PC ജോർജിനെ അവസാന നിമിഷമാണ് അത് കൈമോശം വന്നത്. തന്നെയും കുടുംബത്തെയും എത്രയും മോശം ഭാഷയിൽ വിമർശിച്ചിരുന്ന PC ജോർജിനെ ഒതുക്കുക എന്നത് പിണറായി വിജയന്റെ ഏറ്റവും വ്യക്തിപരമായ ആവശ്യമായിരുന്നു. പിണറായിയുടെ മനസ്സറിഞ്ഞു തന്നെയാണ് വെള്ളാപ്പള്ളി പത്തനംതിട്ടയിൽ പ്രതികരിച്ചത്. അതിന് ഫലമുണ്ടായി. അവസാന നിമിഷം ജോർജിനെ വെട്ടി അനിൽ ആന്റണിയുടെ രംഗപ്രവേശവും ഉണ്ടായി. അത് NDAയുടെ രാഷ്ട്രീയ തീരുമാനമെന്നാണ് ചർച്ചകൾ നടന്നതെങ്കിലും ഈ വിധത്തിൽ ചില അടിയൊഴുക്കുകൾ പത്തനംതിട്ടയിൽ നടന്നിരുന്നു. എക്കാലത്തും വെള്ളാപ്പള്ളിയുടെ സാമുദായിക എതിരാളിയായിരുന്ന ഗോകുലം ഗോപാലിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നതിലും രാഷ്ട്രീയ നീക്കുപോക്കുകൾ ശ്രദ്ധേയമായിരുന്നു. ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രനെ പുകഴ്ത്തിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നതും ഇതോടൊപ്പം ചേർത്ത് കാണണം. വെള്ളാപ്പള്ളിയുടെ ഗുഡ് ലിസ്റ്റിൽ ഇടം പിടിച്ച ശോഭാ സുരേന്ദ്രനെ വലിയ തോതിൽ SNDP വോട്ടുകൾ ലഭിക്കുമെന്നത് ഉറപ്പാണ്. കോൺഗ്രസിന്റെ ദേശീയ നേതാവ് കൂടിയായ KC വേണുഗോപാലിനെ പരാജയപ്പെടുത്തുക ഇടതുമുന്നണിയുടെ ആവശ്യം കൂടിയാണ്. ഫലത്തിൽ വെള്ളാപ്പള്ളിയുടെ ഇടപെടലിലൂടെ KC വേണുഗോപാലിന് കാലിടറിയാൽ ഇടത് കേന്ദ്രങ്ങളിൽ വെള്ളാപ്പള്ളിക്കുള്ള സ്വീകാര്യത ഒന്നുകൂടി വർദ്ധിക്കുകയും ചെയ്യും. വെള്ളാപ്പള്ളിയും പിണറായി വിജയനും തമ്മിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ നീക്കുപോക്കുകളുടെ വ്യക്തമായ ഉദാഹരണങ്ങൾ തന്നെയാണിതെല്ലാം. സമകാലിക രാഷ്ട്രീയ അന്തരീക്ഷത്തെ ഇളക്കിമറിച്ചുകൊണ്ടിരിക്കുന്ന EP ജയരാജൻ വിവാദങ്ങൾക്ക് പിറകിലും വെള്ളാപ്പള്ളി നടേശന്റെ അദൃശ്യ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന ആരോപണമാണിപ്പോൾ ശക്തമായി ഉയരുന്നത്. തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുതലേനാൾ EP ജയരാജൻ BJP പ്രവേശനത്തിനായി നീക്കം നടത്തിയെന്ന വാർത്ത പുറത്തു വന്നതോടെ രാഷ്ട്രീയ ചർച്ചകളാകെ അതിൽ കേന്ദ്രീകരിക്കുകയും തുടർ വിവാദങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇടതു ക്യാമ്പുകളിൽ അതുണ്ടാക്കിയ നടുക്കവും ചെറുതല്ല. ഈ സാഹചര്യം ഫലത്തിൽ ഗുണകരമായി മാറിയത് പിണറായി വിജയന് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് വിധി പ്രഖ്യാപനത്തിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയുണ്ടായാൽ അതിനുള്ള കാരണം EP ജയരാജനാണെന്ന് പിണറായി ചേരിക്ക് വളരെ എളുപ്പം സ്ഥാപിച്ചെടുക്കാൻ കഴിയും. അതോടെ രണ്ടാം പിണറായി സർക്കാരിനെതിരായ ജനവികാരവും വീണ വിജയനെതിരെ ഉയർന്ന മാസപ്പടി വിവാദവും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമെല്ലാം നിസ്സാരമായി മാറുകയും EPയും ജാവദേക്കറും തമ്മിലുള്ള ചർച്ച ഇടതു വിശ്വാസ്യതയെ തകർക്കുന്ന സംഭവമായി മാറുകയും ന്യൂനപക്ഷങ്ങൾ ഒന്നടങ്കം ഇടതുചേരിയെ കൈയൊടുകയും ചെയ്തു എന്ന് സ്ഥാപിച്ചെടുക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും. ഫലത്തിൽ EP വിവാദം ഏറ്റവും ഗുണകരമായി മാറുന്നത് പിണറായി വിജയന് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ഒരു ബന്ധവുമില്ലാത്ത സമയത്താണ് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ EP ജയരാജനെതിരെ ഈ ബോംബ് പൊട്ടിച്ചിരിക്കുന്നത്. ജാവദേക്കറുമായി ഇത്തരമൊരു ചർച്ച നടത്തിയ വിവരം നേരത്തെ അറിയാമായിരുന്നുവെങ്കിൽ അപ്പോഴൊന്നും പ്രതികരിക്കാതെ വിധിയെഴുത്തിന് തൊട്ടു മുമ്പ് തുറന്നു പറഞ്ഞതിൽ വ്യക്തമായ രാഷ്ട്രീയ നീക്കം ഉണ്ടായതായാണ് ഉയരുന്ന ആരോപണം. വെള്ളാപ്പള്ളി നടേശന്റെ സമ്മർദ്ദമാണ് ഇതിനു പുറകിലെന്നാണ് ഇടതുമുന്നണിയിലെ വലിയ വിഭാഗം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. ഇതിനു മുമ്പും പലതവണ EP ജയരാജൻ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട്. ദേശാഭിമാനിയിലെ ബോണ്ട് വിവാദവും വൈദേകം റിസോർട്ട് സംബന്ധിച്ച ആരോപണങ്ങളും വഴിവിട്ട സാമ്പത്തിക സമാഹരണമടക്കമുള്ള ഒട്ടേറെ ആരോപണങ്ങളും ഇതിനു മുമ്പും EPക്കെതിരെ ഉയർന്നിട്ടുണ്ട്. ഇടതുമുന്നണി കൺവീനർ എന്ന നിലയിൽ ഉയർന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന ആരോപണവും പിണറായി വിജയന്റെ മാർച്ചിൽ നിന്ന് ബോധപൂർവം വിട്ടുനിന്നു തുടങ്ങിയ ആരോപണങ്ങളും EPക്ക് ഇതിനു മുമ്പ് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. P ജയരാജന്റെ നേതൃത്വത്തിൽ പാർട്ടിക്കുള്ളിലും EPക്കെതിരെ പടയൊരുക്കങ്ങൾ നടന്നിട്ടുമുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ആരോപണമാണ് ഇപ്പോൾ CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ
EP ജയരാജൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ EP ജയരാജന് വിവാദത്തെക്കുറിച്ച് വിശദീകരണം നൽകേണ്ടി വന്നിട്ടുണ്ടെങ്കിലും കർശന നടപടികൾക്ക് CPM നേതൃത്വം തയ്യാറാകില്ലെന്ന് തന്നെയാണ് വ്യക്തമാകുന്ന വിവരം. EP-യെ പിണക്കിയാൽ EP പുറത്തുവിടുന്ന ആയുധങ്ങളെ പാർട്ടി നേതൃനിരയിലുള്ളവരും ഭയക്കുന്നു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ഏതെല്ലാം വിധത്തിലുള്ള വിശദീകരണങ്ങൾ നൽകിയാലും EP ജയരാജൻ എന്ന സമുന്നത നേതാവിന്റെ വ്യക്തിത്വത്തിന് വലിയ കളങ്കമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. EP-യെ ബലിയാടാക്കി ചില നേതാക്കൾക്ക് കൈ കഴുകി രക്ഷപ്പെടാൻ കഴിയുന്നു എന്ന രാഷ്ട്രീയ അടിയൊഴുക്ക് കൂടി ഈ സംഭവ വികാസങ്ങൾക്ക് പിറകിലുണ്ട്.